ഹലോ എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ കുറച്ച് എവറിഡേ സെൻറ്റൻസസ് നോക്കിയാലോ. നമ്മൾ ഡെയിലി ഈ വാക്കുകളും ഈ സെൻറ്റൻസസും ഒക്കെ ഉപയോഗിച്ച് സംസാരിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ വാസ് യുവർ ഡേ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നിന്റെ ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനാണ് ഹൗ വാസ് യുവർ ഡേ എന്ന് പറയുന്നത്. ഹൗ എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങനെ എന്നുള്ളതാണ്. ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് എന്താ പറയുക, വാസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. ഡേ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കാനായിട്ട് ഹൗ ഈസ് യുവർ ഡേ എന്ന് ചോദിച്ചാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഈസിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാം, അതായത് വാസ് ആക്കി ചോദിക്കാം. ഹൗ വാസ് യുവർ ഡേ? ഓക്കെ. രണ്ടാമത്തെ നോക്കാം. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. അതെന്താണ്? എൻ്റെ ഫോൺ എനിക്ക് ചാർജ് ചെയ്യണം. ഓക്കെ. ഇവിടെ ഐ നീഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീഡ്, വാണ്ട് ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കുകളാണ് അല്ലേ. എന്താണ് ഈ നീഡിന്റെയും വാണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്നറിയാമോ? നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാനാണ് നീഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. എന്നാൽ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് അത്യാവശ്യമാണ്, അതില്ലെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. അതാണ് നീഡ് എന്നുള്ളതിന്റെ മീനിങ്. ഇനി വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അത്യാവശ്യമൊന്നും ഇല്ല, അത് നമുക്ക് ഉണ്ടെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. എന്നാൽ അത് അത്യാവശ്യം അല്ല. ഐ വോണ്ട് എ ന്യൂ ഫോൺ എന്ന് പറയുമ്പോൾ എനിക്കൊരു പുതിയ ഫോൺ വേണം, അത് അത്യാവശ്യമായിട്ടല്ല, എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഒരെണ്ണം കൂടി വേണം, അങ്ങനെ. മറ്റേതോ ഐ നീഡ് എ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ അത്യാവശ്യമായിട്ട് വേണം എന്നാണ് അതിന്റെ അർത്ഥം. അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് നീഡിന്റെ ഒരു മീനിങ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം. ഇവിടെ നീഡാണ്, അതായത് അത്യാവശ്യമായിട്ട് ചാർജ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് നോക്കാം. ലെറ്റ്സ് മീറ്റ് അറ്റ് ദ പാർക്ക് അറ്റ് 5 PM. അതായത് നമുക്ക് പാർക്കിൽ 5 മണിക്ക്, 5 PM എന്ന് പറയുമ്പോൾ വൈകിട്ട് 5 മണിക്ക് നമ്മൾക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. അവിടെ ഒരു സജഷൻ വയ്ക്കുന്നതാണ്, നമുക്ക് പാർക്കിൽ 5 മണിക്ക് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു സജഷൻ. നെക്സ്റ്റ് വൺ, ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ. ഇവിടെ ഞാൻ സ്റ്റോറിലേക്ക് പോവാണ് എന്നാണ് അർത്ഥം. ഐ എം ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. ഇവിടെ അതാണ്. ഇപ്പൊ നീ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ, ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി ഐ ഗോ ടു സ്റ്റോർ. എന്താണ് ഈ ഐ ഗോ ടു സ്റ്റോറും ഐ എം ഗോയിങ് ടു ദ സ്റ്റോറും തമ്മിലുള്ള ഡിഫറൻസസ്? ഐ ഗോ ടു ദ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോറിൽ പോവാറുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. ഞാൻ സ്റ്റോറിൽ പോവും എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സ്റ്റോറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് എന്ത് വേണം? ഐ ഗോ ടു സ്റ്റോർ അല്ല, അതിന് പകരമായിട്ട് ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. ഇനി നമുക്ക് ബാക്കി കുറച്ച് സെന്റൻസസ് നോക്കാം. കെൻ യു സ്പീക്ക് ലൗഡർ? അതിന്റെ മീനിങ് എന്താണ്? നിങ്ങൾ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാമോ? ഓക്കെ, നിങ്ങൾ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാമോ? ക്യാൻ യു സ്പീക്ക് ലൗഡർ? ഈസിയാണ്, നമ്മൾ ഉപയോഗിക്കാറുള്ളതായിരിക്കാം. അടുത്തത് ലെറ്റ്സ് ഓർഡർ ഫുഡ്. ഇതും ഡെയിലി ബേസിസ് അല്ലെങ്കിൽ വീക്ക്ലി നമ്മൾ മിക്കവരും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് ഓർഡർ ഫുഡ്, സിമ്പിൾ ആണ്. അടുത്തത് ഐ ലവ് യുവർ ഷർട്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഐ ലവ് യുവർ ഷർട്ട്, ഐ ലവ് യുവർ ടോപ്പ്, എന്തെങ്കിലും ആ ഒരു ഐ ലവ് യുവർ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം. എനിക്ക് നിന്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ, കെൻ യു വെയിറ്റ് ഹിയർ? നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമോ? ഓക്കെ, ക്യാൻ യു വെയിറ്റ് ഹിയർ. നമ്മൾ ക്യാൻ വെച്ചിട്ട് 2 എണ്ണം പഠിച്ചു. കെൻ യു സ്പീക്ക് ലൗഡർ, അതേപോലെ ക്യാൻ യു വെയിറ്റ് ഹിയർ. ഓക്കെ, താങ്ക് യു.